ഇത് സേഫ രാജേഷ്. തിരുവനന്തപുരം വെള്ളറടയിൽ മിഷണറി പ്രവർത്തന മേഖലകളിൽ സജീവമാണ് സേഫ രാജേഷ്. അസമാധാനത്തിൻ്റെ കണ്ണീർ കണങ്ങൾ കണ്ടുവളർന്ന കുടുംബാന്തരീക്ഷത്തിൽ നിന്നും രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ച കഥയാണ് സേഫ രാജേഷിന് പറയുവാനുള്ളത്. യേശുക്രിസ്തു ആ ഭവനാന്തരീക്ഷത്തിൻ്റെ നാഥനായി മാറിയപ്പോൾ ഭവനമാകെ മാറിമറിഞ്ഞു. ഇന്ന് സമാധാന സന്ദേശങ്ങളുമായി സേഫ രാജേഷ് വിവിധ ഇടങ്ങളിൽ യാത്ര ചെയ്ത് യേശുവിന് സാക്ഷിയാവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ ചില വർഷങ്ങളായി, ഏകദേശം 12 വർഷങ്ങളായി കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് ആ ദേശത്തായിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. കൃപയാൽ എനിക്ക് 3 മക്കളുണ്ട്. 3 പേരും പഠിക്കുകയാണ്. ഞങ്ങൾ ആദ്യം ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. എൻ്റെ പിതാവ് മാത്രമല്ല, ആ കുടുംബത്തിൽ 3 മദ്യപാനികൾ അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. എൻ്റെ പപ്പയും പപ്പയുടെ അനുജനും പപ്പയുടെ പപ്പയും, അങ്ങനെ 3 കുടിയന്മാർ ഒരു ഭവനത്തിൽ കുടിച്ച് മദ്യപിച്ച് കടന്നു വന്ന് സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരനുഭവത്തിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. എവിടെ പോയാൽ സമാധാനം കിട്ടും, എന്ത് ചെയ്താൽ സമാധാനം കിട്ടുമെന്ന് അന്വേഷിച്ച് പലയിടങ്ങളിലും അതിനുവേണ്ടി നെട്ടോട്ടം ഓടിയ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഒരിടത്തും സമാധാനം ലഭിച്ചില്ല. അങ്ങനെ എൻ്റെ പപ്പ കിടന്നുറങ്ങുന്നത് വീട്ടിലല്ല, കല്ലറയിലാണ് കിടന്നുറങ്ങുന്നത്. എല്ലാവർക്കും വയ്ക്കുന്ന ഭക്ഷണം ഒരേ ഇരിപ്പിലിരുന്ന് കഴിച്ചിട്ട് രാത്രിയിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്തടിച്ച് കരയുന്ന ഒരു പ്രകൃതമായിരുന്നു. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് രാത്രി 11 വരെ 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് പിന്നെയും പുട്ട് പുഴുങ്ങി കൊടുക്കും. അങ്ങനെ ഏകദേശം 9 കുറ്റിപ്പുട്ട് 10 കുറ്റിപ്പുട്ടൊക്കെ ഇങ്ങനെ കഴിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ടും വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. വിശപ്പ് അമിതമായ വിശപ്പായിരുന്നു. എല്ലാം കഴിച്ചിട്ട് അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിൽ ചെന്ന് കുളിച്ച് കിടന്നുറങ്ങുന്നത് പിതാക്കന്മാരുടെ മുത്തശ്ശന്മാരുടെ കല്ലറയില്ല കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു ഭ്രാന്തനായി സമാധാനമില്ലാതെ ഒരു ഗുണ്ടയായിട്ട് ലോകം മുഴുവൻ, ആ ദേശം മുഴുവനും ഭയപ്പെടുന്ന രീതിയിൽ വളരെ മ്ലേച്ഛകരമായ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. ഓടയിലും അതുപോലെ റോഡ് സൈഡിലും കുടിച്ച് മതോമത്തനായി നേരെ വസ്ത്രം പോലും ധരിക്കാതെ താടിയൊക്കെ നീട്ടി വളർത്തി അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു അപ്പനാണ് എൻ്റെ അപ്പൻ. അതുമാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു സ്നേഹത്തോടൊരു വാക്ക് പറയുകയോ സ്നേഹത്തോടെ ഒരു പിടി ആഹാരം വാരിത്തരികയോ നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു തരികയോ ഒന്നും എൻ്റെ പിതാവ് ചെയ്തിട്ടില്ല. എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി കഷ്ടപ്പാടുകളുടെ നടുവിലൂടെയാണ് ഞങ്ങളെ വളർത്തി വലുതാക്കിയത്. അതുമാത്രമല്ല, അവിടെ കണ്ണുനീരും പ്രാർത്ഥനയാണ് കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായി തീർന്നത്. അമ്മ ഒരു CSA ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. പപ്പ മുഴുവൻ ഹിന്ദു കുടുംബത്തിലായിരുന്നു. സമാധാനത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിനകത്ത് മന്ത്രവാദം ചെയ്തു. പഴയ ഓലമേഞ്ഞ വീടും ചാണകം മെഴുകിയ തറയുമായി ഞങ്ങളുടെ ഭവനം. അതുമാത്രമല്ല, മഴ പെയ്യുമ്പോഴത്തേന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകത്തില്ല, എല്ലാം അകത്ത് തളം കെട്ടി കിടക്കും. വൈകിട്ടാകുമ്പോഴത്തേന് ചിരട്ട ഉപയോഗിച്ച് അത് കോരി വലിയ ചരുകത്തിലാക്കി പുറത്ത് കളയുന്ന ഒരവസ്ഥയാണ് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ. അങ്ങനെ സമാധാനത്തിന് വേണ്ടി ഒരു പേര് കേട്ട ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു. ആ വീടിൻ്റെ നടുക്കത്തെ റൂമിൽ മന്ത്രവാദം ചെയ്യുവാൻ വേണ്ടി ഹോമക്കുഴിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ, കോഴിയൊക്കെ കൊണ്ടുവന്ന് മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനിടയായി തീർന്നു. പക്ഷേ മന്ത്രവാദങ്ങൾക്കൊന്നും ഞങ്ങളെ കുടുംബത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് ഒരു പൂജാരി ഉണ്ടായിരുന്നു. ആ പൂജാരി പറഞ്ഞു കൊടുത്തു, കന്യാകുമാരി പോയി കടൽ വെള്ളം കൊണ്ടുവന്ന് ശുദ്ധികലശം ചെയ്ത നിങ്ങളുടെ ഭവനത്തിന് രക്ഷ കിട്ടും, സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് അതും ചെയ്തു. പക്ഷേ സമാധാനം കിട്ടിയില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും അവസ്ഥകൾ വഷളായിക്കൊണ്ടിരുന്നു. സമാധാനം എപ്പോഴാണ് വീട്ടിനകത്തൊരു നിലവിളി ഉയരുന്നതെന്ന് കാത്തിരുന്ന അയൽപക്കക്കാർ അടിയും ബഹളവും തെറിവിളിയും അങ്ങനെ
ആരും ഞങ്ങളുടെ കുടുംബത്തിൽ വരികയോ, ആ ദേശത്തൊരു നാറ്റക്കേസായിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എല്ലാവരും ചിന്തിച്ചു ഇവരൊക്കെ ഒന്ന് തീർന്നു കിട്ടിയെങ്കിലെന്ന് ചിന്തിച്ച അവസ്ഥയായിരുന്നു. അത് നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ശല്യക്കാരായിരുന്നു പപ്പയുടെ ആങ്ങളെയൊക്കെ. പക്ഷേ അതിൻ്റെ നടുവിൽ നിന്ന് യേശുവിനെ കണ്ടുമുട്ടിയതോടെ ഞങ്ങളുടെ ജീവിതം മാറുവാനിടയായി തീർന്നു. മന്ത്രവാദങ്ങൾക്കും പൂജകൾക്കും അതുപോലെ നേർച്ച കാഴ്ചകൾക്കും പല മലകളൊക്കെ മാറി മാറി കയറി. പക്ഷേ അവിടെ ഒന്നും സമാധാനം നൽകുവാനിടയായി തീർന്നില്ല. ഞങ്ങൾ ഈ യേശുവിനെ കണ്ടുമുട്ടാനുണ്ടായ ഒരു സാഹചര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു ആങ്ങളെയാണുള്ളത്. അവന് അമ്മ 8 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴത്തേന് പപ്പ കുടിച്ചിട്ട് വന്ന് ബോധമില്ലാതെ അല്ലെങ്കിൽ സുബോധത്തോടെ അല്ല, അന്ന് അമ്മ സാരിയാണ് ഉടുക്കുന്നത്. ആ സാരിത്തുമ്പ് വാക്കകത്ത് തിരുങ്ങിക്കയറ്റുകയും അതുപോലെ തന്നെ കഴുത്ത് നെരിച്ച് കൊല്ലാൻ നോക്കുകയും ചെയ്ത്. അന്ന് ഇതുപോലെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, മണ്ണെണ്ണ വിളക്കാണ്. ആ മണ്ണെണ്ണ വിളക്ക് മുഖത്തിനോട് ചേർത്ത് കൊണ്ടുവച്ച് പപ്പ സംസാരിക്കും. ബോധമില്ല, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് എപ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ആ വിളക്കിൻ്റെ മുഖത്ത് കൊണ്ടുവന്ന് സംസാരിച്ചപ്പോൾ എങ്ങനെയോ അമ്മ ഇങ്ങനെ കരഞ്ഞപ്പോൾ എങ്ങനെയോ ആ വിളക്കണഞ്ഞു. ആ വിളക്കണഞ്ഞതിൻ്റെ പേരിൽ ഒത്തിരി ഉപദ്രവിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ ആ സാരിയുടെ തുമ്പ് വാക്യകത്ത് തിരികെ കയറ്റുകയും ചെയ്തു. അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടില്ല. ആ സമയത്ത് ആരോ അവിടെ കടന്നു വന്നു. അങ്ങനെയാണ് അമ്മ അന്ന് രക്ഷപ്പെടുവാനിടയായി തീർന്നത്. അമ്മ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അമ്മയ്ക്ക് നേരെ ഒരാഹാരം മേടിച്ച് കൊടുക്കത്തില്ലായിരുന്നു. പപ്പ ഉണ്ടാക്കി വയ്ക്കുന്ന ആഹാരം എടുത്ത് കമത്തിക്കളയുകയും അതിനെ വേസ്റ്റാക്കുകയും ചെയ്ത ഒരു അനുഭവമായിരുന്നു. അമ്മയ്ക്ക് ആഹാരം അന്ന് കഴിക്കാനില്ലാത്തത് കൊണ്ട് അടുത്തുള്ള അയൽപക്കക്കാരോട് ആരും കാണാതെ അവരുടെ ഡോറിൽ മുട്ടിയിട്ട് എനിക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം തരാവോ, എനിക്ക് ഇച്ചിരി ചോറ് തരാമോ എന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അന്ന് നേഴ്സറിയിൽ ഇതുപോലെ നുറുക്ക് ഗോതമ്പും ചോളപ്പൊടിയൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കിലോമീറ്ററുകൾ നടന്നു എൻ്റെ അമ്മ അത് ഈ നിറവയറുകളോടെ മേടിക്കാൻ വേണ്ടി പോകും. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൊതി ഉള്ള ഭക്ഷണം കഴിക്കാൻ ഒത്തിരി ആഗ്രഹമാണ്, ആരും വാങ്ങിച്ചു കൊടുക്കാനില്ല. അങ്ങനെ ഈ അമ്മ ദൂരെ അത് ഒത്തിരി നടന്ന്, അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല, നടന്ന് പോയി മേടിച്ചുകൊണ്ട് വരും. മേടിച്ച് അത് പാചകം ചെയ്ത് വയ്ക്കുമ്പോഴത്തേന് പപ്പ കുടിച്ചിട്ട് വന്നിട്ട് അതിനെല്ലാം എടുത്ത് കമത്തിക്കളയുകയോ വലിച്ചെറിയുകയോ ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു. അങ്ങനെ വെറും പച്ചവെള്ളം മാത്രം കുടിച്ചിട്ടാണ് എൻ്റെ അമ്മ ജീവിതം മുന്നോട്ട് നയിച്ചത്. നല്ലൊരു ഭക്ഷണം പപ്പ മേടിച്ച് കൊടുത്തിട്ടില്ല, ഉണ്ടാക്കി വയ്ക്കുന്നതിനെ തട്ടിക്കമത്തി കളയുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ 8-ാം മാസം ആയപ്പോൾ ഇത് സഹിക്കാൻ വയ്യാതെ അമ്മച്ചിയുടെ വീട്ടിൽ, അവരുടെ അമ്മയുടെ വീട്ടിൽ പോയി അവിടെ നിൽക്കുവാനിടയായി തീർന്നു. അവിടെ വെച്ച് 9 മാസം വരെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു. ഏകദേശം 2 മാസമായിട്ടും പപ്പ കാണാനോ കുഞ്ഞിനെ കാണാനോ എങ്ങനെ അമ്മ ആയിരിക്കുന്നോ ഒന്നും അന്വേഷിക്കാനൊന്നും വന്നില്ല. 2 മാസമായപ്പോഴത്തേന് പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി ഒരു നുറുക്ക് ബോധമില്ലാതെ നല്ല കുടിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ വീട് അമ്പൂരിക്കടുത്ത് വാഴിച്ചിലെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എൻ്റെ പപ്പ അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. അമ്മയ്ക്ക് 5 ആങ്ങളമാരുണ്ട്. അപ്പോൾ അവരൊന്നും മദ്യപിക്കത്തില്ല ആ കാലത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പപ്പയും അങ്കിളുമാരുമായിട്ട് അവിടെ അടിപിടിയും വഴക്കും ആകുവാനിടയായി തീർന്നു. ഭയങ്കര ബഹളമായി, അങ്ങനെ നിലവിളിയായി, അങ്ങനെ വളരെ പ്രയാസത്തോടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വീടിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു അപ്പോസ്തലിക ദൈവസഭ ഉണ്ടായിരുന്നു. ആ ദൈവസഭയിൽ 2 ആൻറ്റിമാർ ഇവരുടെ ബഹളം കേട്ട് അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ മനുഷ്യനെ ദൈവം ഒന്ന് സന്ദർശിക്കണമേ എന്ന് പറഞ്ഞ് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവർ പ്രാർത്ഥിക്കാൻ കാരണമുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും അവരെ കാണുമ്പോൾ പറയും, സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ കെട്ടിച്ചു കൊടുത്തെടുത്ത് എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ വളരെ ആഗ്രഹത്തോടെ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ആ ഭവനത്തിലോട്ട് കയറിപ്പോയത്. എൻ്റെ ഭർത്താവ് മദ്യപാനി, ആ കുടുംബത്തിനകത്ത് വേറെ 2 മദ്യപാനി, 2 പേരും കൂടെ കുടിച്ചിട്ട് വന്ന് ദേഹോത്തരം എനിക്ക് സഹിക്കാൻ വയ്യ. ഒന്നുകിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലും. ഇത് രണ്ടും താമസിക്കാതെ നടക്കുമെന്ന് പറഞ്ഞ് അവിടെ കരം പിടിച്ചു വെച്ച് എൻ്റെ അമ്മ വാവിട്ട് നിലവിളി കരഞ്ഞുകൊണ്ട് അവരോട് എപ്പോൾ കണ്ടാലും പറയുമായിരുന്നു. അങ്ങനെ ആ ആൻറ്റിമാർ അമ്മ പറഞ്ഞതുകൊണ്ടും അവർ കരഞ്ഞ് അവരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചത് കൊണ്ടും ഇവിടുത്തെ ബഹളം അവർ നേരിട്ട് കേട്ടിട്ട് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു.
വളരെ ദുഃഖകരമായ അനുഭവങ്ങളായിരുന്നു കുട്ടിക്കാലം. 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേനും അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. പപ്പ വീട്ടിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. പപ്പ വന്നാൽ സ്നേഹത്തോടെ മക്കളെ അല്ലെങ്കിൽ മോളെ എന്നൊരു വാക്ക് വിളിക്കത്തില്ല, എന്ത് കഴിച്ചെന്ന് ചോദിക്കില്ല. എനിക്കിന്നും ഓർമ്മ വരുന്ന ഒരു ദിവസം, ഒരു ഓണം. ആ ഓണത്തിന് എല്ലാ വീടുകളിലും വിഭവസമർത്ഥമായ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് അവർ കഴിക്കാൻ വേണ്ടി ആനന്ദത്തോടെ അവർ ഊഞ്ഞാലിടുന്നു. പണ്ടത്തെ ഓണമൊക്കെ അവർക്കൊക്കെ ഭയങ്കര ആഘോഷമായിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ആ ഓണത്തിന് അമ്മ ഞങ്ങൾക്ക് തരാൻ വേണ്ടി പുട്ടിങ്ങനെ പുറത്താണ് കിച്ചൺ, പുറത്താണ് ഒരു ടാർപ്പ ഇങ്ങനെ വലിച്ചു കെട്ടി അവിടെയാണ് അടുപ്പ് വെച്ച് ഇങ്ങനെ വേവിക്കുന്നത്. അങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് പപ്പ രാവിലെ തന്നെ പോയി ആ ജംഗ്ഷനിൽ പോയി, പേരേക്കോണം എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ പോയി മദ്യപിച്ചിട്ട് കടന്നു വന്ന് ആ പുട്ടുകുടവും ആ പുട്ട് എല്ലാത്തിനെയും എടുത്ത് താഴെ വലിച്ചെറിഞ്ഞ്. അന്ന് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ അന്ന് മൊത്തത്തിൽ കരഞ്ഞ് ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ കരഞ്ഞ് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കിയിട്ടില്ല. ആഹാരം ഉണ്ടാക്കാൻ ഈ പുട്ടെങ്കിലും കഴിക്കാമെന്ന് ഓർക്കുമ്പോഴത്തേന് അതൊക്കെ പപ്പ എല്ലാം വെള്ളവും പുട്ടുകുടവും എല്ലാത്തിനെയും അടിച്ച് ചപ്പിക്കളഞ്ഞ് നല്ലൊരു പാത്രമില്ല, നല്ലൊരു ചെയറില്ല. അന്ന് കൈവരി ഭിത്തി പോലെ ആ വീടിൻ്റെ 2 സൈഡും ഒരു കൈവരിയത്തെ ഭിത്തി ഇങ്ങനെ ഉണ്ട്. ആ ഭിത്തിയെല്ലാം കുടിച്ചിട്ട് വന്നിട്ട് ഇവർ തന്നെ ചവിട്ടി അതിനെ താഴെ തള്ളിയിടും. പിന്നെയും അമ്മച്ചിയും കൂടെ അതിനെ അവർ പണിയും. എന്നും ഇതിങ്ങനെ ഇങ്ങനെ പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ അന്നത്തെ ആ ഓണത്തിന് അപ്പോൾ ഞങ്ങൾ ചിന്തിക്കുക, എല്ലായിടത്തും പായസമൊക്കെ കൂട്ടി അവരൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങളന്ന് ആഹാരമൊന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ കരഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെയും പപ്പ പോയി പിന്നെയും മദ്യപിച്ചിട്ട് വരും. പപ്പയ്ക്ക് അന്ന് ജോലി തടിയറുപ്പാണ് പപ്പയുടെ ജോലി. മില്ലർക്ക് വരുന്നതിന് മുന്നേ വാള് വെച്ച് അങ്ങനെ ഇഷ്ടംപോലെ കാശ് അവർക്ക് കിട്ടും. പക്ഷേ ഒന്നും വീട്ടിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും കൊടുക്കില്ല. എല്ലാം കുടിച്ച് കൂട്ടുകാരോടൊത്ത് അങ്ങനെ തീർത്ത് കാലിപ്പോക്കറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു. അപ്പോൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. എപ്പോഴും അമ്മയെ ഉപദ്രവിക്കുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അമ്മയെ അടിക്കുമ്പോഴത്തേന് ഞങ്ങൾ ഇടയ്ക്ക് ചെന്ന് അമ്മയെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കും. അമ്മയെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേന് ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിച്ചെങ്കിലൊന്ന് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കലയെന്ന് പറഞ്ഞൊരു ആൻറ്റിയുണ്ട്. അപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ നിലവിളിക്കുന്നത്. അമ്മയെ അടിക്കുന്നത് മകളെന്ന രീതിയിൽ സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ആ കല ആൻറ്റിയുടെ പേര് പറഞ്ഞു, കല ആൻറ്റിയേ ഓടി വാ, എൻ്റെ അമ്മയെ ഇതാ പപ്പ അടിച്ചു കൊല്ലുന്നേ, ഓടി വാ എന്ന് പറഞ്ഞ് വിട്ട് നിലവിളിക്കും. അപ്പോൾ ആ ആൻറ്റി അവിടെ ഉണ്ടെങ്കിൽ എന്ത് ജോലി അവർ ചെയ്തുകൊണ്ടിരുന്നാലും ആ ജോലി അവിടെ മാറ്റി വെച്ചിട്ട് ഓടി താഴെയാണ് ഞങ്ങളുടെ വീട്. ആ ഇറങ്ങി അവർ താഴെ ഇങ്ങനെ പെട്ടെന്ന് അവർ കടന്നു വരും. അപ്പോൾ ഞങ്ങളെ ചിന്ത, ആൻറ്റി വരുമ്പോഴത്തേന് കുറച്ച് സമയം അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെയും അവർക്കെപ്പോഴും ഞങ്ങളുടെ വീട്ടിലിരുന്നാൽ പറ്റത്തില്ലല്ലോ. അവർ പോകുമ്പോഴത്തേന് പിന്നെയും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കും, ആരെങ്കിലും ഇവിടെ അല്പസമയം ഇരുന്നെങ്കിലെന്ന് ചിന്തിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു കുട്ടിക്കാലമായിരുന്നു. മറക്കാൻ പറ്റാത്ത കുട്ടിക്കാലം. ജീവിതത്തിനകത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. ആ ആങ്ങളെയുമായിട്ട് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കൊച്ചിച്ചൻ്റെ വീട്ടിലാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. ഇവൻ്റെ കുഞ്ഞ് കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയി കിടക്കുമ്പോൾ രാത്രി 11:30-12 മണിയാകുമ്പോഴത്തേനും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ശരീരത്തിൽ പപ്പ ഇടിക്കുകയും ചെയ്യുന്ന ആ ശബ്ദം ഞങ്ങളുടെ കാതിൽ കേട്ട് അമ്മ ഏങ്ങി പൊട്ടിക്കരയുന്ന കരച്ചിൽ, തൻ്റെ ശരീരത്തിനകത്ത് കിട്ടുന്ന അടിയും ഇടിയും കാരണം വാവിട്ട് നിലവിളിക്കുന്ന അമ്മയുടെ കരച്ചിലിൻ്റെ ശബ്ദം പല രാത്രികളിലും കേട്ടിട്ട് അവിടെ ഒന്ന് എഴുന്നേറ്റ് വരണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് കുഞ്ഞായതുകൊണ്ടും ഞങ്ങളെയും പപ്പ ഉപദ്രവിക്കുന്നത് കൊണ്ടും പറ്റിയിട്ടില്ല. അതുകൊണ്ട് കമന്ന് കടന്ന് തലയണയെ മുഖം അമർത്തി വെച്ച് കരഞ്ഞ് നേരം വെളുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതം. ആ കുഞ്ഞ് മനസ്സിൽ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവമുണ്ടോ? അന്ന് ദൈവമുണ്ടെന്നോ ദൈവം ആരെന്നോ ഒന്നും അറിയില്ല. ഇത്രയ്ക്ക് ക്രൂരനാണോ ദൈവം? ഇത്രയ്ക്ക് ദുഷ്ടനാണോ ഈ ദൈവം എന്ന് പറയുന്ന സംഭവം? ഈ ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കണ്ണുനീര് എന്തുകൊണ്ട് കാണുന്നില്ല? എൻ്റെ പപ്പയ്ക്ക് എന്തുകൊണ്ടൊരു മാറ്റം വരുന്നില്ല? ഇത്രയ്ക്ക് ദൈവം ഇത്രയ്ക്ക് കണ്ണടച്ചു പോയോ എന്ന് ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്നൊക്കെ ഇങ്ങനെ കരഞ്ഞ അനുഭവങ്ങളായിരുന്നു. ഒരു ദാക്ഷിണ്യം കൂടാതെ ദൈവം നമ്മളോട് ഈ ക്രൂരത കാണിക്കുന്നല്ലോ എന്നുള്ള ചിന്തയോടെ ദൈവത്തോട് അകന്നു പോയി ദൈവത്തോട് പരാതികൾ ചോദിച്ച ഒരു അനുഭവമായിരുന്നു.
അങ്ങനെ അവിടുത്തെ വഴക്കൊക്കെ കഴിഞ്ഞ് പപ്പ ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു വഴിയുണ്ട്, ആ വഴിയെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേന് ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു, നല്ല വെയിലായിരുന്നു പപ്പ വരുമ്പോഴത്തേന്. പക്ഷേ ആ ചർച്ചിൻ്റെ അവിടെ എത്തിയതും അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു മഴ അങ്ങ് പെയ്യുവാനിടയായി തീർന്നു. മഴ പെയ്തത് കാരണം നനയാതിരിക്കാൻ വേണ്ടി പപ്പ എന്ത് ചെയ്യുന്നറിയാവോ, ആ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മഴ നനയാതിരിക്കാൻ വേണ്ടി ഒതുങ്ങി നിന്നായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേന് ഈ ആൻറ്റിമാർക്ക് തോന്നി ആരും അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേന് എൻ്റെ പപ്പയായിരുന്നു. അങ്ങനെ തന്നെ ആൻറ്റി പറഞ്ഞു, കയറി ഇരിക്കണം ബ്രദറേ എന്ന് പറഞ്ഞ് ചർച്ചിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അങ്ങനെ പപ്പ അകത്ത് കയറി. അപ്പോൾ പപ്പ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിച്ചു. അങ്ങനെ വെള്ളം കൊടുത്തു. വെള്ളം കുടിക്കുന്നതിന് മുന്നേ തന്നെ പപ്പയുടെ ശരീരത്തിലുണ്ടായിരുന്ന പൈശാചിക ശക്തി ഇളകാൻ തുടങ്ങി. പപ്പ വെള്ളം കുടിച്ചില്ല, വെള്ളത്തിലേക്ക് വലിച്ച് എറിഞ്ഞിട്ട് ആ ചർച്ചിനകത്ത് ഉരുണ്ട് മറിഞ്ഞടിച്ച് വീണ് അങ്ങനെ ഉള്ള ഒരു പ്രയാസം അനുഭവപ്പെട്ടു. അപ്പോൾ അതിൽ ഒരു ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ ഇപ്പോൾ അടങ്ങ്, ഞാൻ നിന്നെ വിളിക്കുമ്പോഴല്ലാതെ നീ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ശാന്തനാക്കി. അങ്ങനെ സുബോധം വന്നു. അത് കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പപ്പ പറഞ്ഞു, ഞങ്ങൾ കുടിയൻ മദ്യപിക്കുന്നവരാ, ഞങ്ങളുടെ വീട്ടിലങ്ങനെ ആരും വരാറില്ല, ഞങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആൻറ്റിമാർ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരും വരാറില്ല, ഞങ്ങളുടെ കാണുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് പോകുന്ന ഒരു സ്വഭാവമാണ്, വരണമെന്ന് പറഞ്ഞ് പപ്പയെ അങ്ങനെ പറഞ്ഞിട്ട് പപ്പ ചിന്തിച്ചു വെറുതെ പറയുന്നതായിരിക്കും, ഇങ്ങനെ ആരും വരികയില്ല എന്ന് ചിന്തി. പക്ഷേ ആ വെള്ളിയാഴ്ച ആയപ്പോഴത്തേന് 2 ആൻറ്റിമാരും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പപ്പ കുടിച്ചാൽ പപ്പയ്ക്ക് സുബോധം നഷ്ടപ്പെട്ട് എന്തും കാണി, ഭ്രാന്താണ് പപ്പയ്ക്ക് മദ്യപിച്ച് കഴിഞ്ഞ. ആ ഭ്രാന്ത് ഈ വണ്ണമുള്ള വൃക്ഷങ്ങളെയൊക്കെ ഇടത് കൈകൊണ്ട് പിഴുതിട്ട് ചകിരി പുന്നുന്നത് പോലെ പുന്നിപ്പറക്കി വയ്ക്കും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ അമ്മയെ ഒത്തിരി ഉപദ്രവിക്കും. ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴും എന്നെയും ഒത്തിരി ഉപദ്രവിക്കുന്ന അനുഭവമായിരുന്നു. അങ്ങനെ സമാധാനം തെല്ലുമില്ലാത്ത അനുഭവമായിരുന്നു. അങ്ങനെ ആ ആൻറ്റിമാർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. ചുരുക്കമായി പറയുകയാണെങ്കിൽ അവർക്കൊരു കുഞ്ഞു റൂമാണ് അവർക്കന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ സെലക്ട് ചെയ്തത്. ഒരു കുഞ്ഞു റൂമിൽ ഒരു സാരി കർട്ടൻ്റെ മറവിലിരുന്ന്, നല്ലൊരു ഡോറില്ല, നല്ലൊരു സാഹചര്യങ്ങളൊന്നുമില്ല, പക്ഷേ അതിൻ്റെ നടുവിൽ ആൻറ്റിമാർ ഞങ്ങൾക്ക് വേണ്ടി നീണ്ട 5 വർഷം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിടുതലിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും ഏകദേശം 21 ദിവസം, 10 ദിവസം, 7 ദിവസമൊക്കെ അവർ കണ്ണുനീരോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവർ പ്രാർത്ഥിച്ച ഒറ്റ വാചകം ഇതാണ്, കർത്താവേ, ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്ന് ഈ സഹോദരങ്ങളെ അങ്ങയുടെ സാക്ഷികളാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് അവർ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തിൽ നിന്ന് എൻ്റെ അപ്പച്ചൻ നല്ല ഭാഷയിൽ അവർ തെറി വിളിക്കുമായിരുന്നു, ആക്ഷേപിക്കുമായിരുന്നു, അവരെ കളിയാക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതൊന്നും അവർ കാര്യമാക്കാതെ അവർ സ്നേഹത്തോടെ അപ്പച്ച എന്നൊക്കെ വിളിച്ച് വളരെ സൗമ്യതയോടെ അവരോട് സംസാരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവർക്ക് നല്ല ആഹാരമൊന്നുമില്ലാതെ മിക്ക ദിവസങ്ങളിൽ അവർ ഉപവാസമായിരിക്കും. അങ്ങനെ 5ാമത്തെ വർഷമായപ്പോഴത്തേനും എൻ്റെ പപ്പയുടെ അനുജൻ, പുള്ളി ഒരു ഗുണ്ടയായിരുന്നു. ഗുണ്ടയെന്ന് വെച്ചാൽ ഒരു പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഒരു കേസിൽ ഒളിവിലായിരിക്കുമ്പോൾ തന്നോട് ദൈവം ഇടപെടുകയും വ്യക്തിപരമായി ദൈവം സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി താൻ ഈ ഭാഗത്ത് കടന്നു വരുവാനിടയായി തീർന്നു. പപ്പയുടെ കൊച്ചിച്ചൻ്റെ ശരീരത്തിൽ, പപ്പയുടെ അനുജൻ്റെ ശരീരത്തിൻ്റെ മേൽ ബാധിച്ചിരുന്ന പൈശാചിക ശക്തി എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. വലിയ മരങ്ങളിൽ നിന്ന് കുരങ്ങൻ തലകീഴായി ചാടുന്നത് പോലെയും, അതുപോലെ അപ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും ഇപ്പം തന്നെ വന്ന് വീണ് ഇത് തീരുമെന്ന് തോന്നും, തല പൊട്ടി ഇപ്പം ചാകുമെന്ന് തോന്നും. അത്രത്തോളം ഭയങ്കര വികൃത തരം കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് കൃപയാൽ പുള്ളി ന്യൂ ഇന്ത്യ ചർച്ചക്കോടിലെ ഒരു സഭാ ശുശ്രൂഷയായിട്ട് പാസ്റ്ററായിട്ട് കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അങ്ങനെ ആൻറ്റിമാർ ഞങ്ങൾക്ക് വേണ്ടി 5 വർഷം പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളെല്ലാം യേശുവിനെ കണ്ടുമുട്ടാനിടയായി തീർന്നു.
അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേനാണ് ഈ ആൻറ്റിമാർ അവിടെ കടന്നു വരികയും അവർ നിരന്തരമായി എല്ലാ ദിവസവും ഒരു ദിവസം പോലും റെസ്റ്റില്ലാതെ എല്ലാ ദിവസവും ഞങ്ങളുടെ വീടിൻ്റെ ആ വരാന്തയിൽ പായിട്ട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന അങ്ങ് ശക്തിപ്പെടുവാനിടയായിത്തീർന്നു. ആ പ്രാർത്ഥനയിൽ അടുത്തുള്ള കുറേ ആൾക്കാർ വരാനിടയായിത്തീർന്നു. ഏകദേശം 9 ഭൂതങ്ങൾ ആ മീറ്റിങ്ങിൽ അവിടെ ഇളകാനിടയായിത്തീർന്നു. അപ്പോൾ ഈ 9 പപ്പയ്ക്കാണ് ഫസ്റ്റ് ഇളകുന്നത്. പപ്പയ്ക്ക് ഇങ്ങനെ ഈ പൈശാചിക ശക്തി വന്നത് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേന് അടുത്തുള്ള ആൾക്കാരിലൊക്കെ ഉണ്ടായിരുന്ന ആ പൈശാചിക അവരതോടെ ഇങ്ങ് കൂകി വിളിച്ച് നിലവിളിച്ചുകൊണ്ട് ഇവിടെ വരും. അങ്ങനെ അതൊരു പ്രാർത്ഥനാലയമായി, കുടിയന്മാരുടെ ഭവനമായിരുന്ന ഞങ്ങളുടെ വീട് ഒരു പ്രാർത്ഥനാലയമായി തീർന്നു. അതിനോടനുബന്ധിച്ച് ഇന്ന് ഞങ്ങളുടെ മുറ്റത്ത് ഒരു ചർച്ചുണ്ട്. അവിടെ ദൈവമക്കൾ ആരാധിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ സ്ഥിതികളെ ദൈവം മാറ്റി എല്ലാവരെയും ഈ അനുഭവത്തിലേക്ക്, യേശുവിൻ്റെ സ്നേഹത്തിലേക്ക്, കല്ലറയിൽ കിടന്നുറങ്ങി എൻ്റെ പപ്പയെ മനുഷ്യസ്നേഹിയാക്കി, അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്നവനാക്കി ഇന്ന് സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നു. ദേശക്കാർക്കൊക്കെ ഞങ്ങളുടെ സാക്ഷ്യം അറിയാം. എൻ്റെ യേശുവിനെ കണ്ടുമുട്ടിയതോടെ ഞങ്ങളുടെ ജീവിതം മറിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഇതുപോലെ സമാധാനം ഇല്ലാതെ, സന്തോഷമില്ലാതെ, മദ്യപാനത്തിലും മയക്കുമരുന്നിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളാണോ? പലയിടങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ പോയിട്ടുണ്ടാകാം. വീട്ടിനകത്ത് സമാധാനമില്ലാത്ത അന്തരീക്ഷമായിരിക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തെ മാറ്റിയ എൻ്റെ യേശു നിങ്ങളുടെ ജീവിതത്തെയും മാറ്റുവാൻ ശക്തനാണ്. എൻ്റെ അപ്പനെ, എൻ്റെ പിതാവിനെ മാറ്റിയ, എൻ്റെ പപ്പയെ മാറ്റിയ യേശു നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ജീവിതത്തെയും മാറ്റുവാൻ കർത്താവ് ശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ ദിവ്യ സമാധാനം ഞങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് തേടിപ്പോയതല്ല. ആ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. ഞങ്ങളെ കർത്താവ് മുന്നമേ അറിഞ്ഞിരുന്നു, മുന്നമേ സ്നേഹിച്ചിരുന്നു. സമാധാനത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതോടെ ഞാൻ പറയട്ടെ, എൻ്റെ പപ്പ ഇപ്പോഴും ഞങ്ങൾ പോയ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ച് തരാൻ പണ്ട് ഒരു പൊതി കൊണ്ടുവന്നെങ്കിലെന്ന് ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു. പപ്പ എന്തെങ്കിലും വാങ്ങിച്ചു തന്നെങ്കിൽ, വസ്ത്രമൊന്ന് വാങ്ങിച്ചു തന്നെങ്കിൽ എന്ന് ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് യേശുവിനെ കണ്ടുമുട്ടിയതോടെ മദ്യപാനത്തിൻ്റെ ആസക്തികളൊക്കെ വിട്ടുമാറി പുകവലിക്കുന്ന അനുഭവമായിരുന്നു. ഒത്തിരി 40-ലധികം വീടുകൾ വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളിൽ നിന്നെല്ലാം ദൈവം മാറ്റി ഇന്ന് സ്നാനപ്പെട്ട് ദൈവകൃപയെ നിൽക്കുവാൻ ഞങ്ങളെ കുടുംബമായി ദൈവം സഹായിച്ചു. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ ഉയർത്തി കാണിക്കുന്ന യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ശക്തനാണ്. ഈ സാക്ഷ്യം എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് അനുഗ്രഹമാകും. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നരകതുല്യമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സ്വർഗീയ സന്തോഷങ്ങളിലേക്ക് ചുവടുകൾ വയ്ക്കാൻ പരിശുദ്ധാത്മാവ് ഈ കുടുംബത്തെ സഹായിച്ചെങ്കിൽ നമ്മുടെ നീറുന്ന അനേകമനേകം പ്രശ്നങ്ങൾക്ക് സുവിശേഷ സമർപ്പണം ഒരു പരിഹാരമാകില്ലേ?